ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് 2024 ഒക്ടോബർ 23 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, ഡൽഹിയിലെ എത്രാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് അതിഷി? ഡൽഹിയിലെ എത്രാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് അതിഷി? മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് അതിഷി. അടുത്ത ചോദ്യം, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം പറത്തുന്ന ആദ്യ വനിതാ പൈലറ്റ് എന്ന നേട്ടം സ്വന്തമാക്കിയത് ആരാണ്? മോഹന സിംഗ് ആണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം പറത്തുന്ന ആദ്യ വനിതാ പൈലറ്റ് എന്ന നേട്ടം സ്വന്തമാക്കിയത് മോഹന സിംഗ് ആണ്. മോഹന സിംഗ്. അടുത്ത ചോദ്യം, ഭക്ഷ്യ സംസ്കരണ മേഖലയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ന്യൂഡൽഹിയിൽ നടത്തിയ 4 ദിവസം നീണ്ട ആഗോള പ്രദർശനത്തിൻ്റെ പേരെന്താണ്? വേൾഡ് ഫുഡ് ഇന്ത്യ 2024 എന്നാണ്. ഭക്ഷ്യ സംസ്കരണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ന്യൂഡൽഹിയിൽ നടത്തിയ 4 ദിവസം നീണ്ട ആഗോള പ്രദർശനത്തിൻ്റെ പേരാണെന്ത്? വേൾഡ് ഫുഡ് ഇന്ത്യ 2024. അടുത്ത ചോദ്യം, രാസമാലിന്യങ്ങളുടെ അമിതമായ പുറന്തള്ളൽ കാരണം വിഷപ്പതകൾ നിറഞ്ഞ് അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയ ഇന്ത്യൻ നദി ഏതാണ്? രാസമാലിന്യങ്ങളുടെ അമിതമായ പുറന്തള്ളൽ കാരണം വിഷപ്പതകൾ നിറഞ്ഞ് അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയ ഇന്ത്യൻ നദിയാണ് യമുന. അടുത്ത ചോദ്യം, 2024 ഒക്ടോബറിൽ ഇന്തോനേഷ്യയുടെ പുതിയ പ്രസിഡൻ്റായിട്ട് നിയമിതനായത് ആരാണ്? പ്രബോവോ സുബിയാന്തോയാണ്. പ്രബോവോ സുബിയാന്തോയാണ് 2024 ഒക്ടോബറിൽ ഇന്തോനേഷ്യയുടെ പുതിയ പ്രസിഡൻ്റായിട്ട് നിയമിതനായത്. അടുത്ത ചോദ്യം, 2024 ഒക്ടോബറോടെ ഇന്ത്യയുടെ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് UPI സേവനം നടപ്പാക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? മാലദ്വീപാണ്. മാലദ്വീപ്. 2024 ഒക്ടോബറോടെ ഇന്ത്യയുടെ യൂണിസെഫ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് സേവനം നടപ്പാക്കാൻ തീരുമാനിച്ച രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? മാലദ്വീപാണ്. മാലദ്വീപ്. അടുത്ത ചോദ്യം, ICC പ്രഖ്യാപിച്ച 2024 T20 ലോകകപ്പിനുള്ള 12 അംഗ ടീമിൽ ഇടം നേടിയ ഏക ഇന്ത്യൻ താരം ആരാണ്? ഹർമൻപ്രീത് കൗറാണ്. ICC പ്രഖ്യാപിച്ച 2024 T20 ലോകകപ്പിനുള്ള 12 അംഗ ടീമിൽ ഇടം നേടിയ ഏക ഇന്ത്യൻ താരമാണ് ആര്? ഹർമൻപ്രീത് കൗർ. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര T20യിൽ ഏറ്റവും ഉയർന്ന ടീം ടോട്ടൽ നേടിയ ക്രിക്കറ്റ് ടീം എന്ന നേട്ടം സ്വന്തമാക്കിയത് ഏത് ടീമാണ്? സിംബാബ്വെയാണ്. അന്താരാഷ്ട്ര T20യിൽ ഏറ്റവും ഉയർന്ന ടീം ടോട്ടൽ നേടിയ ക്രിക്കറ്റ് ടീം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ഏത് ടീമാണ്? ഏതാണ്? സിംബാബ്വെയാണ്. സിംബാബ്വെ. അടുത്ത ചോദ്യം, 2024 ഒക്ടോബറിൽ വിയറ്റ്നാമിൻ്റെ പുതിയ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ലുവോങ് കുവോങ് ആണ്. 2024 ഒക്ടോബറിൽ വിയറ്റ്നാമിൻ്റെ പുതിയ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആരാണ്? ലുവോങ് കുവോങ്. അടുത്ത ചോദ്യം, 2024 ഒക്ടോബറിൽ അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിൻ്റെ മുൻ ക്യാപ്റ്റൻ ആരാണ്? 2024 ഒക്ടോബറിൽ അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിൻ്റെ മുൻ ക്യാപ്റ്റൻ ആരാണ്? റാണി രാംപാലാണ്. 2024 ഒക്ടോബറിൽ അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിൻ്റെ മുൻ ക്യാപ്റ്റൻ ആരാണ്? റാണി രാംപാലാണ്. ഓക്കെ, താങ്ക് യു.